ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാരറ്റ് കൃഷി നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചെറിയൊരു രീതിയിൽ ചെയ്യുന്നതാണ്. ഇത് ആദ്യം മുതൽക്ക് കൃഷി ചെയ്യുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കൃഷി ചെയ്യാനായിട്ട് ക്യാരറ്റ് ഒന്ന് ചെറിയതായിട്ടാട്ടോ അതൊന്ന് നട്ടു കൊടുക്കാനായിട്ട് മണ്ണൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ മണ്ണ് അത്ര ഉറച്ച മണ്ണൊന്നല്ല, നല്ല ഒരു മണൽ പോലത്തെ മണ്ണ്, ഇളകിയ മണ്ണാണല്ലോ ഉണ്ടാവുക. അപ്പോൾ വേഗം തന്നെ ഒന്ന് മണ്ണ് ഇളക്കിയെടുത്ത് അതിലേക്ക് കുറച്ച് വളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് കോഴിക്കാഷ്ട വളമാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഉണങ്ങിയതാണ്. അപ്പോൾ തണുപ്പായതുകൊണ്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് കൃഷിയെ പറ്റി എനിക്ക് വലിയ പിടി ഒന്നുമില്ല, എന്നാലും ഇവിടെ തണുപ്പായാൽ നട്ടാൽ ഉണ്ടാവുമെന്ന് കരുതി മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധാ വിത്ത് പാക്കറ്റായിട്ടുള്ള വിത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ മണ്ണിളക്കുന്നതിൻ്റെ ഇടയിൽ മോൻക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ്റെ കളിക്കുന്ന ടോയ്സ് കൊണ്ട് നല്ലപോലെ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. പിന്നെ ഇവിടെ പച്ചക്കറിയൊക്കെ ഈ തണുപ്പ് സീസണിൽ നല്ല പോലെ ഉണ്ടായി കിട്ടും. അപ്പോൾ ഞാൻ ഈ മണ്ണൊക്കെ വളവും ചേർത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ നനയ്ക്കുകയാണ്. ഫോണ് കയ്യിൽ പിടിച്ചതുകൊണ്ടാണ് വീഡിയോ അത്ര ക്ലിയറായിട്ട് കിട്ടാത്തത്. അപ്പോൾ നല്ലപോലെ ഒന്ന് നനച്ചിടുന്നതിന് ശേഷം നല്ലപോലെ മണ്ണൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം ഈ ഒരു പാക്കറ്റായിട്ടുള്ള വിത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വിത്ത് കുറച്ച് ഞാൻ കയ്യിലേക്ക് എടുത്ത് ഇനി നട്ടു കൊടുക്കാമെന്ന് കരുതി. എനിക്ക് ഇത് നടുന്നതിൻ്റെ പറ്റി യാതൊരു ഐഡിയയും ഇല്ല കേട്ടോ. ഇനി ക്യാരറ്റ് ഉണ്ടാവുമോ ഇല്ല ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ ഞാൻ വിത്ത് കുറച്ച് ആയിട്ട് ഇങ്ങനെ ഇവിടെ പാകി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ തരിയാണ് കേട്ടോ ക്യാരറ്റിൻ്റെ വിത്ത്. ഞാൻ ഈ പാക്കറ്റിൽ ഇങ്ങനെ ക്യാരറ്റിൻ്റെ വിത്ത് ആദ്യമായിട്ട് കാണുകയാണ്. ഒരു ജീരകത്തിൻ്റെ ഒക്കെ ഒരു ടൈപ്പാണ്. അപ്പോൾ വിത്ത് ഓരോ സ്ഥലത്തായിട്ട് പാകി കൊടുത്തിട്ടുണ്ട്. വിത്തെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് മണ്ണ് കോരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കാണിക്കുന്നത് വിത്ത് നട്ടതിന് ശേഷം ഓരോ ഘട്ടമായിട്ട് ക്യാരറ്റ് തൈകൾ ഉണ്ടാവുന്നതാണ്. ഇത് പല ഘട്ടത്തിലായിട്ട് എടുത്ത വീഡിയോ ആണ്. ഒരു തവണ നമ്മൾ നട്ടതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള ഈ വീഡിയോ ആണ് ഇത്. അതിനുശേഷം ഓരോ ഘട്ടമായിട്ട് വളരുന്ന വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ ഞാൻ ചെറിയ തൈകൾ അല്ലാതെ ഈ വലിപ്പമുള്ള തൈകളായത് കാണിക്കുന്നത്. ഇത് കുറച്ച് മുന്നേ ഓരോ വിത്തായിട്ട് ഇട്ടതാണ്.
ഇപ്പോൾ ഇതാ തൈകളൊക്കെ നല്ല വളർച്ച എത്തിയിട്ടുണ്ട്. ശരിക്കും ക്യാരറ്റ് ഇത്ര അടുപ്പിച്ച് വിത്ത് ഇടാൻ പാടില്ല, അതെനിക്ക് അറിയില്ലേനു. പിന്നെ ശരിക്കും നമ്മൾ ക്യാരറ്റ് നടുമ്പോൾ ഓരോ വിത്തും അകലം വേണമായിരുന്നു. ഞാൻ ഒന്നായിട്ട് ഇട്ടത് കാരണം ഇങ്ങനെ തിങ്ങി ഉണ്ടായിട്ടാണുള്ളത്. ഓരോന്നും വിട്ട് വിട്ട് കുഴിച്ചിട്ടാൽ ക്യാരറ്റിന് നല്ല വലിപ്പം ഉണ്ടാവും. അത് ഞാൻ നടുമ്പോൾ എനിക്കറിയില്ലേനു. ഇതൊക്കെ ആദ്യം നട്ടതായിരുന്നു കേട്ടോ. പിന്നെ ഓരോന്നും വിട്ട് വിട്ടായതുകൊണ്ട് ഇതാ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോതാ ചീര, തക്കാളി, അങ്ങനെ ഓരോ പച്ചക്കറിയുടെ ഇടയിലായിട്ട് ഓരോന്ന് നട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യത്തിന് ഇപ്പോൾ പറിക്കാൻ ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കായിട്ട് ഓരോന്നൊക്കെ പറിച്ചെടുക്കലുണ്ട്. അത് ഓരോന്ന് വിട്ടായതുകൊണ്ട് അത്യാവശ്യത്തിന് വലിപ്പം വെച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഒരുപാട് നട്ടത് എന്താവും എന്നൊന്നും അറിയില്ല. കാട് പോലെ വളർന്നിരുന്ന ക്യാരറ്റാണ് ഇത്. ഇപ്പോൾ ഇവിടെ ചൂടായി തുടങ്ങിയതുകൊണ്ട് ആ നല്ല പച്ചപ്പൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 6 മാസത്തിലേറെ ആയിട്ടുണ്ടാവും കേട്ടോ നട്ടിട്ട്. അപ്പോൾ ഞാൻ ഇത് ഇന്നെല്ലാം ഒന്ന് പറിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ചിലതൊക്കെ പറിച്ചപ്പോൾ അത്യാവശ്യത്തിനുള്ള വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊന്ന് വിളവെടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഇനി ചൂടായതുകൊണ്ട് ഇനി ഇത് വെച്ചാൽ ചിലപ്പോൾ മണ്ണിൽ കിടന്ന് കേടായി പോവും, അല്ലെങ്കിൽ വാടി പോവും. പിന്നെ ചൂടത്ത് ക്യാരറ്റിനൊന്നും അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ തണുപ്പിലാണ് നല്ലോണം ഉണ്ടാവുക. അപ്പം ഏതായാലും ഇന്ന് മുഴുവനായിട്ട് ഒന്ന് വിളവെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് നട്ടത് കൊണ്ട് തന്നെ ചിലതൊക്കെ നല്ല വലിപ്പമുണ്ട്. അതുപോലെ അധികവും ചെറിയ ക്യാരറ്റാണ് കേട്ടോ ഉണ്ടായത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും ഉണ്ടായതിൽ ഒരു സന്തോഷം. അങ്ങനെ ഇതാ മൊത്തം ക്യാരറ്റും നമ്മളിവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കുത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തും കുറച്ചുണ്ട്.
ഇനി ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അധിക ക്യാരറ്റും ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുമോ, ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെറൈറ്റി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.